ഓക്കെ, സോ ഇന്ന് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് സിലബസ് ഡീകോഡിംഗ് സെഷന് വേണ്ടിയിട്ടാണ്. ഇതിനോടകം തന്നെ ഒരുപാട് ഓറിയന്റേഷൻ സെഷൻസ് ഒക്കെ നമ്മൾ കണ്ടുവല്ലേ, പക്ഷെ അതൊക്കെ ഒരു കോമൺ സെഷൻ ആയിരുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾ ഇനി ഈ ഒരു വർഷം അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിന്റെ ഫുൾ ടൈമിൽ നമ്മൾ എന്തൊക്കെയാ പഠിക്കാൻ പോകുന്നതെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു സെഷൻ ആണ്. മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ഇയറിൽ എന്തൊക്കെയാണ് നമ്മളുടെ ഈ സബ്ജക്റ്റിൽ വരുന്നതെന്നുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഇഗ്നോ സിലബസ് ഡീകോഡിംഗ് സെഷൻ ആണ്. നമ്മുടെ കോഴ്സ് അറിയാലോ, ബാച്ചിലർ ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെന്റ് ആണ്. അതിന് നമ്മൾ BFTTM എന്നാണ് പറയുന്നത്. ഓക്കെ, ഇന്നത്തെ സെഷനിൽ നമ്മൾ ആക്ച്വലി നോക്കാൻ പോകുന്നത് നമ്മുടെ ഒരു കോഴ്സിൽ വരുന്ന സബ്ജക്റ്റുകളെ കുറിച്ച് ബ്ലോക്ക് വൈസ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, യൂണിറ്റ് വൈസ് എങ്ങനെയാണ്, എത്ര ക്രെഡിറ്റ്സ് ആണ് ഓരോ സബ്ജക്റ്റിനും കൊടുത്തേക്കുന്നത് എന്നുള്ളത്. ആൻഡ് ആക്ച്വലി നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണ്, ഇങ്ങനെ ഒരു സെഷൻ വെച്ചതിൽ നമുക്ക് എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് എന്നാണ് ഓരോ യൂണിറ്റിലും സ്പെസിഫൈഡ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്, സ്ട്രക്ചർ എന്താണ് നമ്മുടെ സബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിന്റെ സ്ട്രക്ചർ എന്താണെന്നുള്ളത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ, ഓരോ ടോപ്പിക്കിനും എത്ര ക്രെഡിറ്റ് ആണ് കൊടുക്കുന്നത്, എത്ര വെയിറ്റേജ് ആണ് കൊടുക്കുന്നത് എന്നുള്ളത് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ് ഈ ഒരു കാര്യങ്ങൾ ഈ സബ്ജക്ട് നിങ്ങളെ കൂടുതൽ ഈ സബ്ജക്ട് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഇവിടെ നിന്ന് ലേൺ വൈസ് എന്തൊക്കെ റിസോഴ്സസ് ആൻഡ് ടൂൾസ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തു തരുന്നതെന്നുള്ളത് നമ്മൾ ഈ സെഷനിലൂടെ നിങ്ങളിലേക്ക് പറഞ്ഞ് എത്തിക്കുന്നത്. ഓക്കെ, അജണ്ടയാണ് ഒരു 5 അജണ്ടാസ് ആണ്. ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് 5 ഒബ്ജക്റ്റീവ്സ് ആണ് ഇവിടെ ഉള്ളത്. ഇഗ്നോയുടെ സിലബസിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മളുടെ ആദ്യത്തെ അജണ്ട എന്ന് പറയുന്നത്. രണ്ടാമത്തെ, സിലബസിന്റെ ഓവർവ്യൂ, അതായത് ഫസ്റ്റ് ഇയറിൽ എത്ര സബ്ജക്ട്സ് വരുന്നുണ്ട്, ഓരോ സബ്ജക്റ്റിനെ ബ്ലോക്ക് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ, യൂണിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ, അങ്ങനെ ഓരോ സബ്ജക്റ്റിലും എത്ര കോഴ്സസ് ആണ് അല്ലെങ്കിൽ എത്ര സബ്ജക്ട്സ് ആണ് വരുന്നത് ഡീറ്റെയിൽ ആയിട്ടാണ് ഈ ഒരു സെഷനിൽ നമ്മൾ പറയുന്ന സെക്കൻഡ് അജണ്ട. മൂന്നാമത്തത് ഇത് തന്നെയാണ്, ഡീറ്റെയിൽഡ് ഡീകോഡിംഗ് ആണ്. ഫസ്റ്റ് ഇയർ മാത്രമാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത്. 3 വർഷം അല്ലെങ്കിൽ 4 വർഷം കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഇവിടെ ഇന്നത്തെ സെഷനിൽ പറയുന്നത് ഫസ്റ്റ് ഇയേഴ്സിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. ഓക്കെ, കഴിഞ്ഞ് നേരത്തെ പറഞ്ഞതുപോലെ ഈ സിലബസ് നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾക്ക് എക്സാമിന് അപ്പിയർ ചെയ്യാനായിട്ട് കേപ്പബിൾ ആക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ റിസോഴ്സസ് ആണ് നമുക്ക് ഇവിടുന്ന് ലേൺ വൈസ് തരുന്നതെന്നുള്ളതും കൂടി ഇന്നത്തെ ഒരു മീറ്റ് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ആയിട്ട് മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ്, എങ്ങനെയാണ് നമ്മുടെ ആക്ച്വലി ഈ ഒരു സിലബൈ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്, അതായത് ഇഗ്നോയുടെ ഈ BFTTM എന്ന് പറയുന്ന ഈ ഒരു സിലബൈ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ആദ്യം നമ്മുടെ പ്രോഗ്രാം, ഇതൊരു ഡിഗ്രി പ്രോഗ്രാം ആണ്, പറഞ്ഞതുപോലെ ഒരു ഫുൾ ടൈം കോഴ്സ് ആണ്. അപ്പൊ നമ്മുടെ പ്രോഗ്രാമിന്റെ പേരാണ് BFTTM എന്നുള്ളത്. ഇത് ഇയർലി ആണോ ടേം വൈസ് ആണോ എന്ന് ചോദിച്ചാൽ അഫ്കോഴ്സ് ഇത് ഇയർലി ആണ് എക്സാംസും കാര്യങ്ങളൊക്കെ നടക്കുന്നത് വൈസ് അല്ല. ഓക്കെ, ഇതിൽ കോഴ്സസ് ഉണ്ട്, അതായത് സബ്ജക്ട് BTSC 101 മുതൽ അങ്ങനെ ഓരോ നമ്പേഴ്സ് കൊടുക്കുന്ന കോഴ്സസ് ആണ്, അതായത് ഓരോ സബ്ജക്റ്റുകളാണ് ഈ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അത് കഴിഞ്ഞ് ഓരോ സബ്ജക്റ്റും ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബ്ലോക്സിനെ കുറിച്ച് പറഞ്ഞുതരും. അതിനുശേഷം യൂണിറ്റ്. ഇനി നമുക്ക് നിങ്ങളിപ്പം ഇനി മുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളുടെ എല്ലാ സബ്ജക്റ്റിനും ഓരോ കോഡ് ഉണ്ട്. ഈ കോഡ് വെച്ചിട്ടായിരിക്കും നിങ്ങൾ നമ്മുടെ എക്സാമിനെ രജിസ്റ്റർ ചെയ്യുക. ഹോൾ ടിക്കറ്റിൽ വരെ നിങ്ങളുടെ ഈ ഒരു കോഡ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഓരോ സബ്ജക്റ്റിനും ഓരോ കോഴ്സ് ആണ്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ ടു ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ആ ഒരു സബ്ജക്റ്റിന്റെ കോഡാണ് BTSC 101 എന്നുള്ളത്. ഓക്കെ, ഈ BTSC എന്നുള്ളത് മിക്കവാറും സെയിം ആയിരിക്കും. അതിന്റെ ഈ കോഴ്സ് കോഡ് 101 എന്നുള്ളതായിരിക്കും ഡിഫറെന്റ് ആവുക. ഓക്കെ, ഈ കോഡ് വെച്ചിട്ടായിരിക്കും ബാക്കിയുള്ള ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും നടക്കുക. അതുകൊണ്ട് ഓരോ സബ്ജക്റ്റിന്റെ കോഴ്സും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത് അത്യാവശ്യമാണ്. ബ്ലോക്സ് യൂണിറ്റ്സും എന്താണ് എന്നുള്ളതാണ്. നമുക്ക് ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്ന ബുക്ക്ലെറ്റ്സ്, നിങ്ങൾക്ക് കുറച്ച് പേർക്ക് മേ ബി ബുക്ക്ലെറ്റ്സ് കിട്ടിയിട്ടുണ്ടാവും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇഗ്നോ നമുക്ക് ഓരോ ബുക്ക്ലെറ്റ്സ് തരും. ഓരോ ബുക്ക്ലെറ്റ്സിലും നമുക്ക് 3ഓ 4ഓ ആയിട്ട് അല്ലെങ്കിൽ ഏറിപ്പോയാൽ ഒരു 6 യൂണിറ്റ് അല്ലെങ്കിൽ 6 യൂണിറ്റ്സ് വരെ, അതായത് ഒരു സബ്ജക്റ്റിന് നമുക്ക് 6 യൂണിറ്റ്സ് ആയിട്ടൊക്കെ ചിലപ്പോൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ആ യൂണിറ്റ്സ് എല്ലാം കൂടിയിട്ടാണ് നമ്മൾ ഒരു ബ്ലോക്ക് ആക്കുക. അപ്പൊ മിക്കവാറും സബ്ജക്റ്റിന് മേ ബി 3 to 6 ബ്ലോക്സ് വരെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓരോ ബ്ലോക്കിന്റെ ഉള്ളിൽ നമുക്ക് 10ഓ 12ഓ അല്ലെങ്കിൽ 3ഓ 4ഓ, അതായത് 3 to 12 വരെ യൂണിറ്റ്സ് വരുന്നുണ്ട്. യൂണിറ്റ്സ് എല്ലാം കൂടിയിട്ട് ഫുൾ ആയിട്ട് നമ്മൾ പറയുന്നത് ഒരു ബ്ലോക്ക് ആയിട്ടാണ്. ബ്ലോക്സിന്റെ ഉള്ളിലാണ് ഓരോ ചാപ്റ്റേഴ്സും വരുന്നത്. യൂണിറ്റ് 1, യൂണിറ്റ് 2, യൂണിറ്റ് 3 എന്നൊക്കെ പറഞ്ഞു വരുന്നത് ബ്ലോക്സിന്റെ ഉള്ളിലായിരിക്കും. നമ്മൾ ആപ്പിലും ലേൺ വൈസിന്റെ ആപ്പിലും നിങ്ങൾക്ക് ബ്ലോക്സിന്റെ ഉള്ളിലായിരിക്കും ഓരോ സബ്ജക്ട് എടുക്കുക. അത് ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ബ്ലോക്സിന്റെ ഉള്ളിലായിരിക്കും ഓരോ ചാപ്റ്റേഴ്സ് യൂണിറ്റ് വൈസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ക്രെഡിറ്റ് സിസ്റ്റം ആണ്. ക്രെഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആവറേജ് എത്ര സമയമാണ് ഒരു സബ്ജക്ട് പഠിക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. എത്ര എഫേർട്ട് എടുക്കണം എന്നുള്ളതാണ്. നമുക്ക് ആക്ച്വലി 4 ക്രെഡിറ്റിന്റെ കോഴ്സസും ഉണ്ട്, 6 ക്രെഡിറ്റിന്റെ കോഴ്സസും ഉണ്ട്.
ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി 30 അവേഴ്സ് ആണ് കേട്ടോ. അതായത് ഒരു സബ്ജക്റ്റ് ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് 30 അവേഴ്സ് ആണ്. സോ 4 ക്രെഡിറ്റ് തൊട്ട് 6 ക്രെഡിറ്റ് വരെ, അതായത് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട സബ്ജക്ട്സ് ആണ് നമുക്ക് ഈ ഒരു നിങ്ങളുടെ BF-TTM എന്ന് പറഞ്ഞ ഈ ഒരു സബ്ജക്റ്റിൽ ഉള്ളത്. ഇയർലി പ്രോഗ്രാം ആണ്. അതുകൊണ്ട് തന്നെ ഇത്രയും മണിക്കൂർ എന്നൊക്കെ പറയുമ്പോൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഒരു വർഷത്തിൽ നമ്മൾ ഇത്ര സമയം ഓരോ സബ്ജക്റ്റിനും കൊടുക്കണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അടുത്തത് സിലബസ് ഡീകോഡിംഗ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനി നമ്മളിതേ കോഴ്സ് എന്താണെന്ന് മനസ്സിലാക്കി. ഇനി ബ്ലോക്സ് എന്താണെന്ന് അറിയും, യൂണിറ്റ്സ് എന്താണെന്ന് അറിയും. അതിനുശേഷം ഇത് ഏത് ടൈപ്പ് ആണ്, തിയറി ആണോ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആണോ എന്നുള്ള ഒരു കാര്യം അറിയാം. ഓക്കെ, പ്രോഗ്രാമിലെ ആദ്യത്തെ ഫസ്റ്റ് ഇയറിൽ നമുക്ക് ആക്ച്വലി 24 കോഴ്സസ് ഉണ്ട് എന്നാണ് പറയുക. അതിൽ 100% തിയറി ആയിരിക്കും കേട്ടോ. ഫുള്ളി അവൈലബിൾ, അതായത് മെറ്റീരിയൽസ് നമുക്ക് ഇവിടെ നിന്ന് കൊടുക്കുന്നത് 13 എല്ലാ ഫുൾ അവൈലബിൾ ആയിട്ടുള്ളത് 11 കോഴ്സസ് ആണ്. ഇനി 1 by 1 നോക്കാം. ഫുള്ളി അവൈലബിൾ ആയ കോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിന്റെ ക്രെഡിറ്റ് അതുപോലെ തിയറി പേപ്പർ ആണെന്ന് പറഞ്ഞതുകൊണ്ട് അത് ടൈപ്പ് ഞാൻ സെപ്പറേറ്റ് പറയുന്നില്ല. ഓരോ കോഴ്സ് നിങ്ങൾ കണ്ടില്ലേ. BTS C101 എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെന്റ് ആണ്. അതുപോലെ BTS C102 എന്ന് പറയുന്നത് ടൂറിസം റിസോഴ്സസ് ഓഫ് ഇന്ത്യ. BEVAE 181 എന്ന് പറഞ്ഞത് എൻവയോൺമെന്റൽ സ്റ്റഡീസ് ആണ്. അടുത്തത് BEDS V101 എന്ന് പറഞ്ഞത് വാല്യൂ എഡ്യൂക്കേഷൻ ആണ്. G171 എന്ന് പറഞ്ഞത് ഇന്ത്യൻ സൊസൈറ്റി ഇമേജസ് ആൻഡ് റിയാലിറ്റീസിനെ കുറിച്ച് പറഞ്ഞു തരുന്ന ഒരു ചാപ്റ്റർ ആണ്, അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ആണ്. BPE G171 എന്ന് പറഞ്ഞത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ സബ്ജക്ട് ആണ്. BCOS 183 എന്ന് പറഞ്ഞത് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഇൻ ബിസിനസ് എന്ന് പറഞ്ഞ സബ്ജക്ട് ആണ്. ഇനി BGS 183 എന്ന് പറഞ്ഞത് റൈറ്റിംഗ് ആൻഡ് സ്റ്റഡി സ്കിൽസിനെ സംബന്ധിച്ചുള്ള ഒരു സബ്ജക്ട് ആണ്. ലാസ്റ്റ് BPC 183 എന്ന് പറഞ്ഞത് ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ച് പറയുന്ന ഒരു സബ്ജക്ട് ആണ്. ഇനി മെറ്റീരിയൽസ് മാത്രമുള്ള കോഴ്സസ് നമുക്ക് നോക്കാം. BPY 1101 എന്ന് പറഞ്ഞത് അപ്ലൈഡ് എത്തിക്സ് ആണ്. BAB G171 എന്ന് പറഞ്ഞത് അണ്ടർസ്റ്റാൻഡിങ് അംബേദ്കർ. ഇത് 6 ക്രെഡിറ്റ് ആണ്. ഇപ്പൊ പറയുന്നത് 6 ക്രെഡിറ്റ് ആണ്. കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കുറച്ചുകൂടി സമയം എടുത്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അത് കഴിഞ്ഞ് BEG-G171 മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ്. BPCG-17 എന്ന് പറഞ്ഞത് ജനറൽ സൈക്കോളജിനെ കുറിച്ച് പറയേണ്ടതാണ്. BMD-G171 ഡിസബിലിറ്റി സൊസൈറ്റി ആൻഡ് കൾച്ചറിനെ കുറിച്ച് പറയുന്ന കോഴ്സ് ആണ്. BH1F 183 എന്ന് പറഞ്ഞത് ട്രഡീഷൻസ് ആൻഡ് പെർസെപ്ഷൻസ് ഓഫ് ക്രാഫ്റ്റ് ആൻഡ് ബാലത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അടുത്തത് BSSS 183 എന്ന് പറഞ്ഞത് ലൈഫ് സ്കിൽസിനെ കുറിച്ചാണ്. ദെൻ BTTS 183 എന്ന് പറഞ്ഞത് ഇൻട്രൊഡക്ഷൻ ടു മെഷീൻ ട്രാൻസ്മിഷൻ ആണ്. ഇനി BCHS 183 ലബോറട്ടറി മാനേജ്മെന്റ് സ്കിൽസ് ആണ്. ദെൻ BPCS 185 എന്ന് പറഞ്ഞത് ഡെവലപ്പിംഗ് ഇമോഷണൽ കോമ്പീറ്റൻസ് ആണ്. ഇതൊക്കെ സ്പീഡിൽ ജസ്റ്റ് പറഞ്ഞു പോവാണ്, കാരണം ഇതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വരും ദിവസങ്ങളിലായിട്ട് ഇന്നത്തെ സെഷനിലൂടെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടും. ഓക്കെ 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 ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ 24 കോഴ്സസിലെ 4 ക്രെഡിറ്റ് കോഴ്സ് വരുന്നത് 14 കോഴ്സസ് ആണ്. 6 ക്രെഡിറ്റ് കോഴ്സ് വരുന്നത് 10 സബ്ജക്റ്റിനാണ്. കൂടുതൽ ഇമ്പോർട്ടൻസ്, അതായത് കൂടുതൽ സമയം നമ്മൾ ചെലവഴിക്കേണ്ട കോഴ്സസ് ഏതാണെന്നുള്ളത് ആ ഒരു ബ്ലോക്കിൽ തന്നെ പറഞ്ഞിരിക്കും. സോ 4 ക്രെഡിറ്റ് വരുന്ന 14 കോഴ്സസ് ഉണ്ട്. അതുപോലെ 6 ക്രെഡിറ്റ് വരുന്ന 10 കോഴ്സസ് നമ്മുടെ BF-TTM കോഴ്സിലുണ്ട്. ഓക്കെ, ഞാനൊരു 4 ബ്ലോക്കിനെ കുറിച്ച് പറഞ്ഞുതരാം. 4 ബ്ലോക്സിലുള്ള എന്തൊക്കെ യൂണിറ്റ്സ് ആണുള്ളത്, ഓരോ യൂണിറ്റും എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത് കേട്ടോ. ആദ്യത്തെ ബ്ലോക്ക് BTS C101 ആണ്. അത് കഴിഞ്ഞ് അത് 102. ഇനി BEVA 181 ആൻഡ് BEDSD 101 കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഓരോ ബ്ലോക്സ് ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തെ BTS C101 ഇൻട്രൊഡക്ഷൻ ടു ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെന്റ് ആണ്. ഇത് ആക്ച്വലി 6 ക്രെഡിറ്റ് വരുന്ന ഒരു സബ്ജക്ട് ആണ് ആൻഡ് തിയറി പേപ്പർ ആണ്. ബ്ലോക്സ് ആയിട്ടല്ല, നമുക്ക് യൂണിറ്റ്സ് ആയിട്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു ബ്ലോക്ക് 2-3 ബ്ലോക്ക് ഒന്നും അല്ല, 20 യൂണിറ്റ് ആയിട്ടാണ് ടോട്ടലി കോഴ്സിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ആദ്യത്തെ കോഴ്സ് ആണ് ഇൻട്രൊഡക്ഷൻ ടു ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെന്റ്. ഓക്കെ, യൂണിറ്റ് 1 അണ്ടർസ്റ്റാൻഡിങ് ടൂറിസം. നമുക്കറിയാലോ, നമ്മൾ ഏതൊരു സബ്ജക്ട് പഠിക്കാൻ പോകുമ്പോഴും അത് എന്താണെന്നുള്ളത്, ഇത് നമ്മുടെ സബ്ജക്ട് ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെന്റ് ആണ്. എന്താണ് ടൂറിസം എന്നുള്ളത് ആദ്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻട്രോ യൂണിറ്റ് ആയിരിക്കും ആദ്യത്തേത്. രണ്ടാമത്തേത് ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ ആൻഡ് ഡെവലപ്മെന്റ് ആണ്. മൂന്നാമത്തെ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ടൂറിസം ഇൻഡസ്ട്രി ആൻഡ് ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ യൂണിറ്റ് 4 ടൂറിസം റെഗുലേഷൻസ് ആണ്. യൂണിറ്റ് 5 സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് മെഷർമെന്റ്സ് ആണ്. Unit 6 modes of transport. Then comes tourist accommodation and informal services. Then subsidiary services, handicraft, emporiums and trade fairs. 10th unit tour guides and escorts ആണ്. 11th unit India's biodiversity landscape and
സൈക്കോളജി ആണ്. 12ാമത്തെ മാപ്പ് ആൻഡ് ചാർട്ട് വർക്ക് ആണ്. യൂണിറ്റ് 30 റോൾ ഓഫ് മീഡിയ ആൻഡ് ട്രാവൽ റൈറ്റിംഗ് ആണ്. യൂണിറ്റ് 14 മോണ്യുമെന്റ്സ് ആൻഡ് മ്യൂസിയംസ് ആണ്. ഇനി ലിവിംഗ് കൾച്ചർ പെർഫോമിംഗ് ആർട്സ് ആണ് അടുത്തത്. യൂണിറ്റ് 16 എന്ന് പറഞ്ഞ റിലീജിയൻസ് ഓഫ് ഇന്ത്യ ആണ്. അത് കഴിഞ്ഞ് യൂണിറ്റ് 17 ടൂറിസം പോളിസി, ദെൻ യൂണിറ്റ് 18 ലോക്കൽ ബോഡീസ് ആൻഡ് ടൂറിസം, യൂണിറ്റ് 19 ടൂറിസം ഇമ്പാക്ട്, യൂണിറ്റ് 20 ത്രെറ്റ്സ് ആൻഡ് ഒബ്സ്റ്റക്കിൾസ് ടു ടൂറിസം ഇൻഡസ്ട്രി ആണ്. അതായത് ഇത്രയും യൂണിറ്റ്സ് ഉണ്ടെന്നൊക്കെ കേൾക്കുമ്പോൾ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. 20 യൂണിറ്റ് ആണ്. പക്ഷെ ഇതെല്ലാം നമുക്ക് ഏകദേശം അറിയാവുന്ന ബേസിക് ആയിട്ട് ജനറൽ ആയിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. തിയറി പേപ്പേഴ്സ് ആയതുകൊണ്ട് ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ക്ലാസ്സസ് എല്ലാം കേട്ട് കഴിഞ്ഞ് മനസ്സിലാവാനായിട്ട് സാധിക്കും കേട്ടോ. ഓൺ വേർഡ്സിൽ എക്സാം എഴുതാൻ തന്നെ പറ്റുന്നത് പോലെയുള്ള യൂണിറ്റ്സും സബ്ജക്റ്റും ആണ് ഇത്. ഓക്കെ, നെക്സ്റ്റ് അടുത്തതാണ് ടൂറിസം റിസോഴ്സസ് ഓഫ് ഇന്ത്യ 1 ആണ്. അതിന്റെ കോഴ്സ് കോഡ് എന്ന് പറയുന്നത് BTSC 102 ആണ്. ഇതിനും നമ്മൾ 6 ക്രെഡിറ്റ് ആണ് കൊടുത്തേക്കുന്നത്. തിയറി പേപ്പർ ആണ്. ഇതും ബ്ലോക്സ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ടില്ല. ഇതിലും 20 യൂണിറ്റ് ആണ് ഉള്ളത്. ഇത്ര യൂണിറ്റ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾ അയ്യോ വിചാരിക്കരുത് കേട്ടോ, 20 യൂണിറ്റ് ആണ് ഉള്ളത്. പക്ഷെ എല്ലാം നമുക്ക് നമ്മളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന അത്രയും കോഴ്സസേ ഉള്ളൂ. ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. 20 എണ്ണമാണ് വരുന്നത്. ആദ്യത്തേത് ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹെറിറ്റേജ് ആണ്. രണ്ടാമത്തെ ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹെറിറ്റേജിന്റെ കോണ്ടെക്സ്റ്റ് 2 ബ്ലോക്സ് പോലെയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ്, 2 ചാപ്റ്റർ ആയിട്ടാണ് അത് കൊടുത്തേക്കുന്നത്. യൂണിറ്റ് 3 വരുന്നത് ടൂറിസം ആൻഡ് കൾച്ചർ ആണ്. ദെൻ യൂണിറ്റ് 4 സോഷ്യോ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് ആണ്. അതിന്റെ തന്നെ സെക്കൻഡ് പാർട്ട് ആണ് യൂണിറ്റ് 5ലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. യൂണിറ്റ് 6 കസ്റ്റംസ് റിച്വൽസ് ആൻഡ് കൾച്ചർ ഇൻ ഇന്ത്യ ആണ്. യൂണിറ്റ് 7 ഫെയർസ് ആൻഡ് ഫെസ്റ്റിവൽ. യൂണിറ്റ് 8 ഡാൻസിനെ കുറിച്ചാണ്. യൂണിറ്റ് 9 മ്യൂസിക് ആണ്. ദെൻ കംസ് പെയിന്റിംഗ്, ഇന്ത്യൻ തിയേറ്റർ, ഇന്ത്യൻ സിനിമ, മെയിൻ ആർക്കിടെക്ചറൽ സ്റ്റൈൽസ്, റീജിയണൽ ആർക്കിടെക്ചർ, ഫങ്ഷണൽ കാറ്റഗറീസ് ഇൻ ആർക്കിടെക്ചർ, സ്കൾപ്ചർ, ടെമ്പിൾ ആർക്കിടെക്ചർ, റോക്ക് കട്ട് ആർക്കിടെക്ചർ, ഇന്തോ പേർഷ്യൻ ആർക്കിടെക്ചർ ആൻഡ് കൺസർവേഷൻ ഓഫ് കൾച്ചർ ആണ് ഈ പറഞ്ഞ 102 BTSC എന്ന കോഴ്സ് കോഡിൽ വരുന്ന യൂണിറ്റ്സ്. ഓക്കെ, അടുത്ത നോക്കാം എൻവയോൺമെന്റൽ സ്റ്റഡീസ് ആണ്. BEVAE 181 ആണ് നെക്സ്റ്റ് വരുന്നത്. അത് നമ്മൾ 4 ക്രെഡിറ്റ് കൊടുക്കേണ്ട സബ്ജക്റ്റ് ആണ് കേട്ടോ. തിയറി പേപ്പർ ആണ്. 4 ബ്ലോക്സ് 14 യൂണിറ്റ്സ്, അതായത് 4 ബ്ലോക്കിലും കൂടിയിട്ട് 14 യൂണിറ്റ്സ് ആണ് ഈ ഒരു പേപ്പറിൽ ഉള്ളത്. ഓക്കെ, സോ അതിലെ ബ്ലോക്ക് 1ല് 3 യൂണിറ്റ് ആണ് ഉള്ളത്. ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു എൻവയോൺമെന്റ് ആൻഡ് എൻവയോൺമെന്റൽ സ്റ്റഡീസ് ആണ്. അത് യൂണിറ്റ് 1 എന്ന് പറഞ്ഞത് അവർ എൻവയോൺമെന്റ്. സെക്കൻഡ് എക്കോസിസ്റ്റം. യൂണിറ്റ് 3 എന്ന് പറഞ്ഞത് മേജർ എക്കോസിസ്റ്റത്തിനെ കുറിച്ചാണ്. ഇനി ബ്ലോക്ക് 2ലേക്ക് പോകുമ്പോഴത്തേക്കും നാച്ചുറൽ റിസോഴ്സസിനെ കുറിച്ചാണ് പറയുന്നത്. അത് കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. യൂണിറ്റ് 3 കഴിഞ്ഞ് യൂണിറ്റ് 4ല് ലാൻഡ് ആൻഡ് വാട്ടർ റിസോഴ്സസ്, ഫോറസ്റ്റ് റിസോഴ്സസ്, ബയോഡൈവേഴ്സിറ്റി, വാല്യൂ ആൻഡ് സർവീസസ്. യൂണിറ്റ് 7 എനർജി റിസോഴ്സസിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി ബ്ലോക്ക് 3 ആയിട്ട് വരുമ്പോഴത്തേനും എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആൻഡ് കൺസേൺസ് ആണ്. അത് 8ാമത്തെ ചാപ്റ്റർ ആയിട്ട് വരും. ബയോഡൈവേഴ്സിറ്റി, threats and conservation. Unit 9 environmental pollution and hazards. Unit 10 waste management. Unit 11 global environmental issues ആണ്. ഇനി നമ്മുടെ ലാസ്റ്റ് ബ്ലോക്ക് protecting our environment policies and practices. Unit 12 environmental legislation ആണ്. Unit 13 human communities and environment. And Unit 14 environmental ethics ആണ്. ഓക്കെ, നേരം പറഞ്ഞത് ക്ലിയർ ആണോ? നെക്സ്റ്റ് കോഴ്സസിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരാനായിട്ട് നമ്മുടെ മെന്ററായ സ്നേഹ മാം ഉണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ കൂടെ നമ്മുടെ LSG അംജിത മാം ഓൾസോ അവൈലബിൾ ആണ്. ഓവർ ടു യു മാം. നമുക്ക് അർച്ചന മാം കുറച്ച് നമ്മുടെ സബ്ജക്റ്റിനെ കുറിച്ചും നമ്മുടെ കോഴ്സിനെ കുറിച്ചൊക്കെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നല്ലേ. അപ്പൊ അതിലെ ഏറ്റവും ലാസ്റ്റ് സബ്ജക്ട്, അതായത് നമ്മളൊരു 4 സബ്ജക്ട് ഡിസ്കസ് ചെയ്യുന്നതിനെ കുറിച്ച് ആദ്യം പറഞ്ഞു. അതിലെ ലാസ്റ്റ് സബ്ജക്ട് ആണ് നമ്മളിപ്പോ നോക്കാൻ പോകുന്നത്. BEdSP 101 വാല്യൂ എഡ്യൂക്കേഷൻ. വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു കോമൺ പേപ്പർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. വേറെ ചില കോഴ്സസ് നമുക്ക് കോമൺ ആയിട്ട് വരുന്നതാണ്. BComനൊക്കെ കൂട്ടത്തിൽ വരുന്നതാണ് ഈ ഒരു വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പേപ്പർ. ഇതിന് ടോട്ടൽ 6 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. 6 ക്രെഡിറ്റ്സ് എന്ന് പറയുമ്പോൾ 6 into 30 hours ആണ് ഈ ഒരു പേപ്പർ കവർ ചെയ്യാൻ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന ഒരു ടൈം. കംപ്ലീറ്റ്ലി തിയറി പേപ്പർ ആണ്. 5 ബ്ലോക്സ് ആണ് നമുക്ക് ഇതിന് ടോട്ടൽ ആയിട്ടുള്ളത്. 20 യൂണിറ്റ്സ് ആയിരിക്കും ഈ ഒരു പോർഷനകത്ത് കവർ ചെയ്യുന്നത്. അതില് നമുക്കൊരു ബ്ലോക്ക് വൈസ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ബ്ലോക്ക്, അതായത് കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് ആണ് ഫസ്റ്റ് ബ്ലോക്ക് വരുന്നത്. അതിൽ ടോട്ടൽ 4 യൂണിറ്റ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് സോഷ്യൽ മാലേസ് ആൻഡ് ദ നീഡ് ഫോർ വാല്യൂ എഡ്യൂക്കേഷൻ. ദെൻ യൂണിറ്റ് 2 എന്ന് പറയുന്നത് കൺസെപ്റ്റ് ഓഫ് മൊറാലിറ്റി ആൻഡ് മോറൽ എഡ്യൂക്കേഷൻ. യൂണിറ്റ് 3 ഡയമെൻഷൻസ് ഓഫ് മൊറാലിറ്റി. യൂണിറ്റ് 4 പില്ലേഴ്സ് ഓഫ് ഡെമോക്രസി, ലിവിംഗ് ഇൻ പീസ് ആൻഡ് ഹാർമണി. ബ്ലോക്ക് 2 വരുന്നത് ചേഞ്ചിങ് കൾച്ചർ ആൻഡ് ഹ്യൂമൻ വാല്യൂസ് ആണ്. അതിൽ ടോട്ടൽ 4 യൂണിറ്റ്സ് ആണ് വരുന്നത്. ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹ്യൂമൻ വാല്യൂസ്, ദെൻ വാല്യൂസ് enriched in Indian philosophy,
ദെൻ യൂണിറ്റ് 3 വരുന്നത് കൾച്ചറൽ പ്ലൂറലിസം ഇൻ ഇന്ത്യൻ സൊസൈറ്റി. ദെൻ യൂണിറ്റ് 4 വരുന്നത് വാല്യൂസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ദെൻ ബ്ലോക്ക് 3 തിയറട്ടിക്കൽ ഫൗണ്ടേഷൻസ് ആണ് വരുന്നത്. അതിൽ 4 യൂണിറ്റ്സ് വരുന്നു. തിയറീസ് ഓഫ് ഗുഡ്നസ്, തിയറീസ് ഓഫ് കണ്ടക്ട്, റീസൺ ആൻഡ് ഇമോഷൻസ് ഇൻ ഹ്യൂമൻ കണ്ടക്ട്, ദെൻ ക്യാരക്ടർ ആൻഡ് പേഴ്സണാലിറ്റി. 4th ബ്ലോക്കിൽ വരുന്നത് സോഷ്യൽ ഡൈനാമിക്സ് ആൻഡ് വാല്യൂ ഡെവലപ്മെന്റ് ആണ്. അതിലും 4 യൂണിറ്റ്സ് ആണ് വരുന്നത്. പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ, സോഷ്യൽ ഇന്ററാക്ഷൻ ആൻഡ് ഹ്യൂമൻ വാല്യൂസ്, വാല്യൂസ് അതായത് അതിന്റെ കോൺഫ്ലിക്ട്സ് ആൻഡ് റെസൊല്യൂഷൻസ് വരുന്നു. ദെൻ പ്രോസസ് ഓഫ് ഹ്യൂമൻ അഡ്ജസ്റ്റ്മെന്റ്സ്. ദെൻ ലാസ്റ്റ് ബ്ലോക്ക് സോഷ്യൽ ലിങ്കേജസ് ആണ്. ഇതിലും 4 യൂണിറ്റ്സ് ആണ് വരുന്നത്. വാല്യൂ ഡെവലപ്മെന്റ് ത്രൂ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫാമിലി ആൻഡ് നെയ്ബർഹുഡ്, ദെൻ സ്കൂൾ ആൻഡ് പിയർ, ദെൻ റോൾ ആൻഡ് പേരൻസ്. അതേപോലെ തന്നെ ലാസ്റ്റ് യൂണിറ്റിൽ ഇൻഫ്ലുവൻസ് ഓഫ് മീഡിയ വാല്യൂ ഡെവലപ്മെന്റ്. ഇത് ഇത്രയുമാണ് നമ്മളുടെ ടോട്ടൽ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ട് പറയാൻ പറ്റുന്ന സിലബസ്. പിന്നെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം നമുക്ക് കുറച്ച് എലക്ടീവ് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. 4 പേപ്പേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമ്മളുടെ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ എലക്ടീവ് പേപ്പേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അഡ്മിഷൻ ടൈമിൽ കണ്ട ലിസ്റ്റിനകത്ത് നമുക്ക് കുറച്ച് ചൂസ് ചെയ്യാൻ പറ്റുന്ന പേപ്പേഴ്സ് ഉണ്ട്. അപ്പൊ അതിൽ നമുക്ക് നമ്മൾ എന്താണ് രജിസ്ട്രേഷൻ ടൈമിൽ ചൂസ് ചെയ്തിരിക്കുന്നത് അതിന്റെ ബേസിലായിരിക്കും നമ്മൾ ബാക്കി പേപ്പേഴ്സ് മുന്നോട്ട് പോകും. അപ്പം നമുക്ക് ഇനി സബ്ജക്ട് റിലേറ്റഡ് അല്ല, കോമൺ ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. അതായത് നമുക്ക് എങ്ങനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, നമ്മുടെ കോഴ്സസിൽ എങ്ങനെ ഫോക്കസ് ചെയ്യും. കോഴ്സസ് എന്ന് പറയുമ്പോൾ അറിയാലോ നമ്മുടെ സബ്ജക്റ്റുകളെയാണ് നമ്മൾ കോഴ്സസ് എന്ന് പറയുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന BFTTM എന്ന് പറയുന്നതാണ് നമുക്ക് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ കോഴ്സസിന് എങ്ങനെയാണ് ഒരു സമ്മറി പോലെ നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ DTSE 101 അതായത് ഇൻട്രോ ടു ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് ബ്ലോക്സുകളൊന്നും ഇല്ല. 20 യൂണിറ്റ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. 6 ക്രെഡിറ്റ് പ്രോഗ്രാം ആണ് വന്നിരിക്കുന്നത്. ദെൻ DTSE 102 ടൂറിസം റിസോഴ്സസ് ഓഫ് ഇന്ത്യ വന്നിരിക്കുന്നതും ബ്ലോക്സ് അല്ല, യൂണിറ്റ് വൈസ് ആണ്. 6 ക്രെഡിറ്റിന്റെ പ്രോഗ്രാം ആണ് വന്നിരിക്കുന്നത്. 6 into 30 അവേഴ്സ് വേണം പഠിക്കാൻ. ദെൻ BE VAE 181 അത് നമുക്ക് 4 ക്രെഡിറ്റ്സിന്റെ ആണ്. എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് അത് നമ്മുടെ ഇഗ്നോ കോഴ്സ് ചൂസ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഫസ്റ്റ് സെമ്മിൽ വരുന്ന ഒരു കോമൺ പേപ്പർ ആണ്. അതൊരു 4 ഹൈറാർക്കിക്കൽ ബ്ലോക്സ് ആയിട്ടാണ് വരുന്നത്. ഇതിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 14 യൂണിറ്റ്സ് ആണ്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ല, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു സബ്ജക്റ്റിന് മാത്രം. നമുക്ക് ഈ എക്സാംസിൽ ഈ ഒരു എൻവയോൺമെന്റൽ സ്റ്റഡീസിന് മാത്രം നമുക്ക് ഇതിനകത്ത് വരുന്ന OMR ഷീറ്റ് ആണ്. ബബിൾ ചെയ്താൽ മതി, നെഗറ്റീവ് മാർക്ക് ഒന്നും ഇല്ല. നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, ABCD ഓപ്ഷൻസ് ഉണ്ട്, അതിൽ നിന്ന് ചൂസ് ചെയ്താൽ മതി. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും 50 മാർക്കിലായിരിക്കും ചോദിക്കുന്നത്. ബാക്കിയെല്ലാം നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് 100 മാർക്കിലാണ് ചോദിക്കുന്നത്. ക്ലാസ് 1 വാല്യൂ എഡ്യൂക്കേഷന്റെ കാര്യത്തിലും ഹൈറാർക്കിക്കൽ ബ്ലോക്സ് ആയിട്ട് 6 ക്രെഡിറ്റ് ആണ് വരുന്നത്, 20 യൂണിറ്റ് എന്ന രീതി. ദെൻ നമ്മൾ ഈ സിലബസുകളൊക്കെ നോക്കി അല്ലേ. അപ്പൊ ആ സിലബസുകൾ മാപ്പിംഗ് എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഈ ഒരു സിലബസ് മാപ്പിംഗ് എന്ന് പറയുന്നത് എന്തിനാണ്? ഫസ്റ്റ് വൺ നമ്മൾ സിലബസിനെ എന്ത് ചെയ്യണം, എക്സാക്ട്ലി നമ്മുടെ ടോപ്പിക്സ് എന്താണ്, നമ്മുടെ ബ്ലോക്സ് എന്താണ്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത് നമ്മൾ നല്ലവണ്ണം അറിഞ്ഞിരിക്കണം അല്ലെ. എന്താ പഠിക്കാൻ പോകുന്നതെന്ന് അറിയാതെ നമ്മൾ എന്തെങ്കിലും പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല. അപ്പൊ ആ സിലബസിനെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അത് തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ടൂൾസ്, റൈറ്റ് ടൂൾസ് നമ്മൾ ചൂസ് ചെയ്യണം. സ്റ്റഡി റിസോഴ്സസ് എന്ന് പറയുന്നത് ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ലെക്ചേഴ്സ് ആയിരിക്കാം, നോട്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് യൂണിറ്റിന് ഓരോ രീതിയിലുള്ള മെറ്റീരിയൽസ് ആയിരിക്കും നമുക്ക് എഫക്റ്റീവ് ആവുന്നത്. ചില ബ്ലോക്കുകൾ പഠിക്കണമെങ്കിൽ നമുക്ക് ഷോർട്ട് നോട്ട്സ് വേണം, ചിലത് നമുക്ക് ലെക്ചർ നോട്ട്സ് കണ്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ, ചിലത് നമുക്ക് വീഡിയോ ക്ലാസ് കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ. അതിന് ചേരുന്ന രീതിയിലുള്ള സ്റ്റഡി റിസോഴ്സസും നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ലാസ്റ്റ് വൺ എക്സാം റെമഡീസ്. അതായത് നമുക്ക് എന്താണ് സ്ട്രീം ലൈൻ ആയിട്ട് നമുക്ക് റിവിഷനും കാര്യങ്ങളും കൊണ്ടുപോകുക. നമുക്ക് റിവിഷൻ ക്ലാസ് യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് മാക്സിമം സ്കോർ കൊണ്ടുവരാൻ, നമ്മുടെ റിസൾട്ടിൽ അത് കൂടുതൽ എഫക്റ്റീവ് ആക്കാൻ മാക്സിമം ശ്രദ്ധിക്കാം. ഇനി ലേണിംഗ് റിസോഴ്സസ് എന്ന് പറയുന്നത് നമ്മൾ മുമ്പേ അല്ലെ സെക്കൻഡ് പോയിന്റ്. അപ്പൊ ലേണിംഗ് റിസോഴ്സസ് ആയിട്ട് നമുക്ക് കൂടുതലും ലേൺ വൈസിൽ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലേൺ വൈസിൽ നിങ്ങൾക്ക് എന്താണ് ലേണിംഗ് റിസോഴ്സസ് ആയിട്ട് കാണാൻ പറ്റുന്നത് നോക്കാം. ഫസ്റ്റ് വൺ റെക്കോർഡഡ് ലെക്ചേഴ്സ്. അതായത് നമുക്കറിയാം പ്രൊഫൈൽ ത്രൂ നിങ്ങൾ എടുത്ത് കാണുമ്പോൾ കണ്ടന്റിൽ കാണുന്ന റെക്കോർഡഡ് ലെക്ചേഴ്സ്. അതായത് ഓരോ പോർഷൻസും ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ടീച്ചർ ഡിസ്ക്രൈബ് ചെയ്ത് തരുന്ന രീതിയിലുള്ള റെക്കോർഡഡ് ലെക്ചേഴ്സ് ആണ് നിങ്ങൾക്ക് അവൈലബിൾ അല്ലെ. അപ്പൊ ആ ഒരു പോർഷന്റെ A to Z കാര്യങ്ങൾ ആ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. ഇൻ ഡീപ്പ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും. ലൈവ് സെഷൻസ്. ലൈവ് സെഷൻസ് എന്ന് പറയുന്നത് ഒരു റിയൽ ടൈം ഇന്ററാക്ഷൻ ആണ്. ഇതുപോലൊരു ലൈവ് സെഷൻ ആയിട്ട് വന്നിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്ത് നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ് ആയിരിക്കും അതിനകത്ത് വരുന്നത്, ഡീറ്റെയിൽഡ് ക്ലാസ് അല്ല. റിവിഷൻ ക്ലാസ്സിനകത്ത് നിങ്ങൾക്ക് എന്താണ് ആ ഒരു പർട്ടിക്കുലർ ബ്ലോക്കിൽ നിന്ന് ഇമ്പോർട്ടന്റ് കാര്യങ്ങളെല്ലാം ഉള്ളതല്ല റിവിഷൻ ക്ലാസ്സിൽ പറയും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ ടീച്ചറിനോട് ചോദിക്കാൻ പറ്റും, ആ ഒരു ഫാക്കൽറ്റിയോട് ചോദിക്കാൻ പറ്റും. ആ രീതിയിലായിരിക്കും ലൈവ് സെഷൻസ് പോകുന്നത്. വരുന്നത് വാല്യൂ ആഡഡ് നോട്ട്സ്. വാല്യൂ ആഡഡ് നോട്ട്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹെൽപ്പ് ബുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഫയൽസിൽ കാണാൻ പറ്റും നിങ്ങളുടെ വീഡിയോ ക്ലാസ്സിന് തൊട്ട് താഴെയായിട്ട്.
ഇത് നമുക്ക് മെറ്റീരിയൽ ആണ്, നമ്മൾ ലാംഗ്വേജ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക്. അതായത് നമ്മളുടെ ഒരു ഷോർട്ട് നോട്ട്സ് പോലെ അല്ലെങ്കിൽ ഒരു ലെക്ചർ നോട്ട് പോലെ നിങ്ങൾക്ക് പഠിക്കാൻ പെട്ടെന്ന് ഒരു ഡിസ്ക്രിപ്ഷൻ അധികം ഒന്നുമില്ല, നിങ്ങൾക്ക് പെട്ടെന്ന് ടൈം സേവ് ചെയ്ത് പെട്ടെന്ന് ഒന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഷോർട്ട് നോട്ട്സും കാര്യങ്ങളും ആയിരിക്കും ഈ ഒരു ഹെൽപ്പ് ബുക്ക് അല്ലെങ്കിൽ വാല്യൂ ആഡഡ് നോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് വാൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആ ഒരു ഫയലിനകത്ത് കാണുന്നത്. എക്സാം സ്പെഷ്യൽ ഗൈഡ്, അതായത് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ഒക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് എക്സാം പാറ്റേൺസ് വെച്ചിട്ട് അല്ലെങ്കിൽ എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ള ഒരു വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു സ്പെഷ്യൽ ഗൈഡ് ബുക്ക് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ദെൻ അസൈൻമെന്റ് ഗൈഡ് ബുക്ക്. അസൈൻമെന്റ് ഗൈഡ് ബുക്ക് എന്ന് നിങ്ങൾക്ക് അസൈൻമെന്റ്സ് വെക്കണമെന്ന് അറിയാലോ. നമുക്ക് 8 സബ്ജക്ട് പഠിക്കുന്നുണ്ടെങ്കിൽ 8 എണ്ണത്തിലും ഓരോ അസൈൻമെന്റ്സ് വെച്ച് നമ്മൾ സബ്മിറ്റ് ചെയ്തു. അതിന്റെ ആൻസർ ഗൈഡ് ബുക്ക് നമ്മൾ ആപ്പിൽ അവൈലബിൾ ആക്കും. ആപ്പിൽ അവൈലബിൾ ആകുന്നത് നമ്മളുടെ ആ ഒരു സ്റ്റോറിലായിരിക്കും, അസൈൻമെന്റ് ഫയലിനകത്ത് ആ ഒരു ഫോൾഡറിനകത്ത് ആൻസർ ഗൈഡ് ബുക്ക് അവൈലബിൾ ആകും. അത് റെഫർ ചെയ്ത് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറയുന്നില്ല, അത് റെഫർ ചെയ്ത് നമുക്ക് അസൈൻമെന്റ്സ് എഴുതാം, പ്രിപ്പയർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ബെറ്റർ ആയിട്ട് കൂടുതൽ ആൻസേഴ്സ് ഒക്കെ എഴുതാനും അല്ലെങ്കിൽ പെട്ടെന്ന് അത് കണ്ടുപിടിക്കാനുള്ള ഒരു സോഴ്സ് നിങ്ങൾക്ക് അവിടെയും പ്രൊവൈഡ് ചെയ്ത് കിട്ടുന്നുണ്ട്. PYQ എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് പലയിടത്തുനിന്നും കിട്ടും അല്ലെ. അപ്പൊ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സാധാരണ നമ്മൾ കളക്ട് ചെയ്താൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഇതെല്ലാം നിരത്തി വെച്ചിട്ട് ഇതിൽ നിന്ന് ഏതാണ് വേണ്ടത്, ഏതാണ് റിപ്പീറ്റഡ് അല്ലെങ്കിൽ ഏതാണ് പോർഷൻ ഇമ്പോർട്ടന്റ് എന്ന് നമ്മൾ കണ്ടുപിടിക്കും. പക്ഷെ ഈ PYQ അൾട്ടിമേറ്റ് അനാലിസിസിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് അതിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കറന്റ് അവൈലബിൾ ആയിട്ടുള്ള എത്ര ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടോ അതെല്ലാം കളക്ട് ചെയ്തിട്ട് അതിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് നമ്മുടെ ടീം തന്നെ ചെയ്ത് നിങ്ങൾക്ക് അതിന്റെ ഡോക്യുമെന്റ്സും അതിന്റെ വീഡിയോസും അവൈലബിൾ ആക്കും. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടുന്ന എക്സാമിന് വേണ്ടി നോക്കേണ്ട ടോപ്പ് 10 പോർഷൻസ് ഏതൊക്കെ, അല്ലെങ്കിൽ ടോപ്പ് 10 റെക്കറിംഗ് ടോപ്പിക്സ് ഏതൊക്കെ, അല്ലെങ്കിൽ ടോപ്പ് 10 ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഏതൊക്കെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള നിങ്ങൾക്ക് കുറെ എക്സാം ഓറിയന്റഡ് എന്ന രീതിയിലുള്ള ഒരു അനാലിസിസ് നിങ്ങൾക്ക് തന്നെ അങ്ങോട്ട് ചെയ്തു തരുമോ. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. മോഡൽ എക്സാംസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു മോക്ക് ടെസ്റ്റ് പോലെ നിങ്ങൾക്ക് നടത്തുന്നതാണ്. എക്സാം നിങ്ങളുടെ മെയിൻ എക്സാം ഡിസംബറിൽ എക്സാം നടക്കുന്നതിന് മുമ്പ് നവംബർ ആകുമ്പോഴത്തേന് നിങ്ങൾക്ക് ഒരു മോഡൽ എക്സാംസ് നടത്തും. അത് ഇതുപോലെ ഓൺലൈനായിട്ടായിരിക്കും സൂമിൽ. ഇപ്പൊ 7 മണി തൊട്ട് 10 മണി വരെ കറക്റ്റ് ആ ഒരു ടൈം നമ്മുടെ ആ ഒരു സബ്ജക്റ്റിന്റെ ടൈം പോലെ തന്നെ 3 മണിക്കൂർ വരുന്ന പേപ്പർ ആണെങ്കിൽ 3 മണിക്കൂർ തന്നെ എടുത്തായിരിക്കും നിങ്ങൾക്ക് ആ ഒരു എക്സാംസ് കണ്ടക്ട് ചെയ്യുക. നിങ്ങൾ A4 ഷീറ്റ് പേപ്പറിൽ അല്ലെങ്കിൽ നോർമൽ ഒരു പേപ്പറിൽ ആൻസേഴ്സ് എഴുതുന്നു. അതനുസരിച്ച് നമ്മൾ വാലുവേഷനും ആൻസർ കീയുടെ കാര്യങ്ങളും എല്ലാം അന്നേരം ഡിസ്കസ് ചെയ്ത് തരുന്നതായിരിക്കും. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഷെയർ ചെയ്ത് തരും, നിങ്ങൾ അതിന്റെ ആൻസേഴ്സ് എഴുതി നമ്മൾ എന്താണോ മെയിൻ എക്സാംസ് എഴുതുന്നത് അതിന്റെ ഒരു റിപ്ലിക്ക പോലെ തന്നെ ആയിരിക്കും നമ്മളുടെ ആ ഒരു സെഷൻ പോകുക. വരുന്നത് വെൽബീങ് സപ്പോർട്ട്, അതായത് ഹാപ്പിനെസ് അംബാസിഡർ എന്ന് പറയുന്ന ഒരു സെഷൻ നമുക്കുണ്ട്. അത് കഴിഞ്ഞ സെഷൻസിലൊക്കെ നിങ്ങൾ കേട്ട് കാണാം. അതിൽ തന്നെ സ്റ്റുഡന്റ് മെന്റൽ അല്ലെങ്കിൽ വെൽനെസ്സിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സെഷനാണ്. അതായത് നമുക്ക് പഠിക്കുന്നു, സ്ട്രെസ് കയറുന്നു, കാര്യങ്ങളുടെ സമയത്ത് നമ്മളൊന്ന് ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ഓവർ ടേസ്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മളെ ഒന്ന് ബാക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഹാപ്പിനെസ് അംബാസിഡർ സെഷൻ നമുക്ക് ടീമിലുണ്ട്. നിങ്ങൾക്കത് 1-to-1 സെഷൻസ് ആയിട്ട് ബുക്ക് ചെയ്തിട്ട് സ്ലോട്ട് ബുക്ക് ചെയ്ത് അതൊക്കെ അറ്റൻഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി അവൈലബിൾ ആണ്. ദെൻ റിസോഴ്സസ് നോക്കാം. റിസോഴ്സസ് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ സിലബസ് അലൈൻമെന്റ് മെട്രിക്സ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ആയിട്ട് റെക്കോർഡഡ് ലെക്ചേഴ്സ് ഉണ്ട്. റെക്കോർഡഡ് ലെക്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മളൊരു ബ്ലോക്ക് ലെവൽ പഠിക്കുന്ന സമയത്താണ് ഈ റെക്കോർഡഡ് ലെക്ചേഴ്സ് കൂടുതൽ എഫക്റ്റീവ് ആകുന്നത്. അല്ലെങ്കിൽ യൂണിറ്റ് ലെവലിൽ ഏറ്റവും ബെസ്റ്റ് പോർഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും എന്ത് റെക്കോർഡഡ് ലെക്ചേഴ്സ് എന്നാണ്. ബാക്കിയൊക്കെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലൊക്കെ അത് ലോ ആയിട്ട് പറയും. കാരണം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഓരോ റെക്കോർഡ്സും കണ്ടുകൊണ്ടിരിക്കാൻ നമുക്ക് നേരമില്ലല്ലോ. അപ്പം നമ്മൾ വാല്യൂ ആഡഡ് നോട്ട്സിൽ നോക്കുന്ന സമയത്ത് ബ്ലോക്ക് വൈസ് നോക്കുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതായിരിക്കും എന്താന്ന് പറയുന്നത് വാല്യൂ ആഡഡ് നോട്ട്സും. ഇനി യൂണിറ്റ് ലെവലും എക്സാം ലെവലും നോക്കുമ്പോൾ സമയത്ത് ഹൈ യൂട്ടിലിറ്റി എന്ന രീതിയിൽ. ദെൻ PYQ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് കോഴ്സ് ലെവൽ നോക്കിയാലും ബെസ്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിയാലും ഏറ്റവും ബെസ്റ്റ് വേ ഓഫ് സോഴ്സ് ആയിരിക്കും എന്ത് PYQ എന്ന് പറയുന്നത്. നമ്മുടെ അന്നേരം നമുക്ക് റെക്കോർഡ് വീഡിയോസ് ഒന്നും കണ്ടുകൊണ്ടിരിക്കാൻ നേരമില്ല. നമുക്ക് അന്നേരം വേണ്ടുന്നത് എന്താണ് ഈ PYQ പോലത്തെ കാര്യങ്ങളാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വേണ്ടുന്നത്. അപ്പം ഹൈ യൂട്ടിലിറ്റി വരെ ബ്ലോക്ക് വൈസ് കവർ ചെയ്യാൻ ഹൈ യൂട്ടിലിറ്റി ഉണ്ട്. കാരണം അത് ഏത് ബ്ലോക്കിലെയാണ് അല്ലെങ്കിൽ ഏത് യൂണിറ്റിലെയാണ് അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് ആ ഒരു ഡോക്യുമെന്റ്സിൽ. പിന്നെ എന്താണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് കോഴ്സ് ലെവൽ എക്സാം ലെവൽ കവർ ചെയ്യും. ദെൻ അസൈൻമെന്റ് ഗൈഡ് ബുക്ക് എന്ന് പറയുന്നത് കോഴ്സ് ലെവൽ കാര്യത്തിനായിരിക്കും കൂടുതൽ നമുക്ക് ബെറ്റർ ആകുന്നത്. അതേപോലെ തന്നെ യൂണിറ്റ് ലെവൽ പോർഷൻ കവർ ചെയ്യാൻ നമുക്ക് എന്താണ് ഒരു ഐഡിയ കിട്ടാൻ ഓരോ യൂണിറ്റ്സിനെ കുറിച്ചൊരു പോർഷന്റെ ഒരു നമ്മൾ സ്വയം എഴുതുമല്ലേ. അപ്പൊ അതിനെ കുറിച്ചൊരു ഐഡിയ കിട്ടാനൊക്കെ നമ്മളെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷനാണ് ഈ ഒരു അസൈൻമെന്റ് ഗൈഡ് ബുക്ക് എന്ന് പറയുന്നത്.
അഡ്വാൻസ്ഡ് ലേണിംഗ് ടൂൾസ് നോക്കാം, അല്ലെങ്കിൽ റിസോഴ്സസ് ഏതൊക്കെയാണ് നമ്മുടെ ലാംഗ്വേജിൽ ഉള്ളതെന്ന്. ഫസ്റ്റ് എന്ന് പറയുന്നത് അസൈൻമെന്റ്സ് ആൻഡ് റൈറ്റിംഗ്. അസൈൻമെന്റ്സിന്റെ ആൻസർ അസൈൻമെന്റ്സ് എന്ന് പറയുന്നത് നമുക്ക് മിനിമം മാർക്ക് വേണം. അതിൽ നമുക്ക് നമുക്ക് ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് 100 നമുക്ക് 35% മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അസൈൻമെന്റ്സ് നമ്മൾ പാസ്സാകത്തുള്ളൂ. അതിൽ സ്കോർ ചെയ്യാൻ വേണ്ടി നമ്മുടെ ആൻസർ കഴിവെടുക്കും, അല്ല നമ്മൾ തരുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് അസൈൻമെന്റ്സ് എഴുതി കഴിഞ്ഞാൽ 80-85% എബോവ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനുള്ള നല്ല സ്കോപ്പ് ഉണ്ട്. അപ്പം അത്രത്തോളം നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ആൻസർ ഗൈഡ് ബുക്ക് ആയിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം, അതായത് നമുക്കൊരു ടൂൾ സെറ്റ് ആണ്. അതായത് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് പ്രൊവിഷ്യൻസ് അല്ലെങ്കിൽ കോൺഫിഡൻസ് കൂട്ടാനുള്ള ഒരു ഫയൽസ് ആണ് അതിനകത്ത് വരുന്നത്. ഓൾറെഡി 2 സെഷൻസ് അല്ലെങ്കിൽ 2 സീസൺ അതിന്റെ കവറായി. അതിന്റെ റെക്കോർഡിംഗ് സെഷൻസ് എല്ലാം സ്റ്റോറും അവൈലബിൾ ആയിട്ട് നമുക്കൊരു കോൺഫിഡൻസ് കൂട്ടുക എന്ന രീതി. ദെൻ എക്സാം റെഡിനെസ്. എക്സാം റെഡിനെസിനകത്ത് നമ്മൾ എക്സാം സ്പെഷ്യൽ ലൈവ് സെഷൻസ് ഉണ്ട്. അതായത് നമ്മൾ എക്സാം ഓറിയന്റഡ് അല്ലെങ്കിൽ നമ്മുടെ കോഴ്സസും ലൈവും സെഷൻസും എല്ലാം കഴിയുന്ന സമയത്ത് നമുക്ക് എക്സാം സ്പെഷ്യൽ ലൈവ്സ് നടത്തും. അതിനകത്ത് ഏറ്റവും ടേം ആൻഡ് എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്ത രീതിയിൽ ഹൈ യിൽഡ് റിവിഷൻ ക്ലാസ് ആയിരിക്കും. അതായത് നോർമൽ നമ്മുടെ ഓരോ ബ്ലോക്ക് വൈസ് ഉള്ള റിവിഷൻ അല്ല, ഒരു കോഴ്സിന്റെ ടോട്ടൽ ആയിട്ടുള്ള ഒരു റിവിഷൻ ക്ലാസ്, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ഒരു റിവിഷനും ആയിരിക്കും ആ ഒരു ലൈവ് സെഷൻസിനകത്ത് വരിക. അതേപോലെ തന്നെ മോഡൽ എക്സാം പറഞ്ഞാൽ നമുക്ക് ഒരു 3 hour വരുന്ന രീതിയിൽ എങ്ങനെയാണോ നമ്മളുടെ ഒറിജിനൽ എക്സാംസ് നടക്കുന്നത് അതിന്റെ ഒരു റിപ്ലിക്ക എന്ന രീതിയിലായിരിക്കും നമ്മുടെ മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്യുക. എക്സാമിന്റെ പ്രിപ്പറേഷന് വേണ്ടി എക്സാം ലൈവ് സെഷൻസും മോഡൽ എക്സാംസും കണ്ടക്ട് ചെയ്യും. അതുപോലെ തന്നെ ലേണിംഗ് റിവിഷനകത്ത് നമുക്ക് വാല്യൂ ആഡഡ് നോട്ട്സും PYQയും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാനും അല്ലെങ്കിൽ റിവൈസ് ചെയ്യാനും പറ്റും. പഠിക്കാൻ മെയിനായിട്ട് വാല്യൂ ആഡഡ് നോട്ട്സും അതിന്റെ കൺസെപ്റ്റ്സ്, സമ്മറീസ്, ഷോർട്ട് നോട്ട്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് പോർഷൻസ് കവർ ചെയ്യാൻ പറ്റും. PYQ നോക്കിക്കഴിഞ്ഞാൽ അത് സ്ട്രാറ്റജിക് അനാലിസിസ് അല്ലെങ്കിൽ നമ്മളുടെ കറന്റ് അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡീറ്റെയിൽഡ് അനാലിസിസ് അല്ലേ അതിനകത്ത് വരുന്നത്. അത് വെച്ചിട്ട് നമുക്ക് ആ പോർഷൻ ഇൻഡെപ്ത് എങ്ങനെ പഠിക്കാം എന്നൊരു ഐഡിയ കിട്ടും. ദെൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കോഴ്സ് ഒന്നും അല്ലാതെ, സബ്ജക്റ്റുകൾ അല്ലാതെ നമുക്ക് ബെറ്റർമെന്റിന് വേണ്ടിയുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. അതായത് ഫസ്റ്റ് ഹാപ്പിനെസ് അംബാസിഡർ, നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ ഒരു മെന്റൽ വെൽനെസ് അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ് റിലീസിന് വേണ്ടി നമുക്ക് മെന്റൽ ഹെൽത്തിന് വേണ്ടി ഹാപ്പിനെസ് അംബാസിഡറിനെ നമുക്ക് വേണമെങ്കിൽ കൺസൾട്ട് ചെയ്യാം. സ്കില്ലിംഗ് ഇനിഷ്യേറ്റീവ്സ്, അതായത് നമുക്ക് കുറെ ഇനിഷ്യേറ്റീവ് കരിയർ ഓറിയന്റഡ് ആയിട്ടുള്ള ഇവന്റ്സ് ആയിരിക്കും, പ്രോഗ്രാംസ് ഉണ്ട്. അക്കാഡമിക് നോളജിന് അപ്പുറമായിട്ടുള്ള നമുക്ക് അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കുറെ ഇവന്റ്സും കാര്യങ്ങളും നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് എക്സ്ട്രാ അഡീഷണൽ ഒരു ടൂൾസ് അല്ലെങ്കിൽ റിസോഴ്സസ് ആയിട്ട് നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. നമ്മൾ അസൈൻമെന്റ്സിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ അസൈൻമെന്റ്സും അല്ലെങ്കിൽ വൈ ദേ മാറ്റർ, എന്തുകൊണ്ട് അസൈൻമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസൈൻമെന്റ്സ് നമുക്ക് ഫൈനൽ മാർക്ക് വരുന്നതിൽ നമുക്ക് മെയിൻ 2 ക്രൈറ്റീരിയാസ് ആണ്, അസൈൻമെന്റ്സും TA എക്സാംസും. അതായത് അസൈൻമെന്റ്സിനും TAക്കും സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് എന്ത് വേണം, മിനിമം മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ ഒരു സബ്ജക്ട് ജയിക്കത്തുള്ളൂ. അപ്പം ആ അസൈൻമെന്റ്സ് എന്ന് പറയുന്നത് ഒരു ഫൈനൽ മാർക്സിനെ വളരെയധികം എഫക്ട് ചെയ്യുന്ന ഒരു പാർട്ടാണ്. അതുകൊണ്ട് തന്നെ അസൈൻമെന്റ്സിന് അതിന്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അസൈൻമെന്റ്സിന് മാർക്ക് വന്നിട്ടില്ല എങ്കിൽ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിന് ഫെയിൽ അല്ലെങ്കിൽ നോട്ട് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞോടെ നമ്മുടെ സർട്ടിഫിക്കറ്റ് വരത്തുള്ളൂ. അസൈൻമെന്റ്സിന്റെ മാർക്ക് കൂടെ വെച്ചിട്ടാണ് അവർ കംപ്ലീറ്റഡ് എന്ന രീതിയിൽ സബ്ജക്ട് പറയുന്നത്. അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് അസൈൻമെന്റ്സ്. ഓരോ സബ്ജക്റ്റിനും മിനിമം ഒരു അസൈൻമെന്റ് എന്ന രീതിയിൽ നമ്മൾ നമ്മുടെ സ്റ്റഡി സെന്ററിൽ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യകതയുമുണ്ട്. പിന്നെ നമുക്ക് എല്ലാത്തിനോടും നമ്മുടെ സബ്ജക്റ്റിനോട് തിയറി എക്സാംസിനോട് നമ്മളൊരു തിയറി എക്സാം എഴുതണമെങ്കിൽ നമ്മൾ അസൈൻമെന്റ് എഴുതി എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യും എന്നുള്ളത് ചെയ്തിട്ടാണ് നമ്മൾ എക്സാമിന് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം ഈ അസൈൻമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് മിഷൻ മിസ്സായി കഴിഞ്ഞാൽ നമ്മൾ റീസബ്മിറ്റ് ചെയ്യേണ്ടി വരും. അസൈൻമെന്റിന് നമ്മൾ തോറ്റു കഴിഞ്ഞാൽ അല്ലെങ്കിൽ 35% താഴെ പോയി കഴിഞ്ഞാൽ റീസബ്മിറ്റ് ചെയ്യേണ്ട കേസസ് ഒക്കെ സാധാരണ പറയണം. ദെൻ അസൈൻമെന്റ്സ് എടുക്കുന്നത് എങ്ങനെയാന്ന് പറയാം. അസൈൻമെന്റ്സ് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമുക്ക് ഇഗ്നോയുടെ സൈറ്റ് ഒക്കെ പരിചയപ്പെടുത്തിയപ്പോൾ ജസ്റ്റ് സാറൊന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് അസൈൻമെന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒഫീഷ്യൽ സോഴ്സ് അല്ലെങ്കിൽ ഒഫീഷ്യൽ വെബ്സൈറ്റിനായിരിക്കും എടുക്കുന്നത്. അതില് സ്റ്റുഡന്റ് സർവീസ് എന്ന് പറയുന്ന ഇഗ്നോ സൈറ്റിൽ ഇഗ്നോയുടെ ഹബിനകത്ത് പോയി കഴിഞ്ഞാൽ അതിനകത്ത് ഡൗൺലോഡ് ഹബ്സ് ഉണ്ട്. അതിനകത്ത് നിന്ന് നമ്മൾ അസൈൻമെന്റ്സ് എന്നുള്ള പോർഷൻ എടുക്കുന്നു. അതിൽ നിന്ന് നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ക്രീൻ അസൈൻമെന്റ്സിന്റെ ഒരു ലിസ്റ്റ് വരും. നമ്മൾ ഏത് സബ്ജക്റ്റിന്റെ അസൈൻമെന്റ് ആണോ എടുക്കുക, BE VA 181 ആണെങ്കിൽ ആ ഒരു കോഡ് മുമ്പേ പറഞ്ഞല്ലോ, നമ്മുടെ പേരിന് പകരം കോഴ്സ് കോഡാണ് പലയിടത്തും യൂസ് ചെയ്യുന്നത്. ആ കോഴ്സ് കോഡ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിന്റെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ അവൈലബിൾ ആയി വരും. അത് ഡൗൺലോഡ് ചെയ്തായിരിക്കും നമ്മൾ അസൈൻമെന്റ്സ് എഴുതേണ്ടത്. അതിന്റെ ആൻസേഴ്സ് വെച്ചിട്ടാണ് അസൈൻമെന്റ്സ് എഴുതുന്നത്. അസൈൻമെന്റ്സിന്റെ നമുക്ക്
ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആകുന്നത്. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ ഏകദേശം ഇങ്ങനെ ഇരിക്കും. അസൈൻമെന്റ് 2025-26 എന്നും പറഞ്ഞോട് വാലിഡിറ്റി ഒക്കെ പറയും. അപ്പൊ നമ്മൾ ഏത് എക്സാം ആണ് എഴുതുന്നത്, ഇപ്പൊ ഡിസംബർ എക്സാം ആണ് എഴുതുന്നതെങ്കിൽ ഡിസംബർ എക്സാമിന് വേണ്ടി വാലിഡിറ്റി ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പ്രത്യേകം സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതായത് നമ്മൾ എടുക്കുന്ന സബ്ജക്റ്റിന് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ട്. നമ്മൾ ഇനി എഴുതാൻ പോകുന്ന ഡിസംബർ എക്സാം അല്ലേ, അപ്പൊ ആ സമയത്തേക്ക് വാലിഡിറ്റി ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ വീണ്ടും യൂണിവേഴ്സിറ്റി അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ അസൈൻമെന്റ്സ് എഴുതുമ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ എഴുതി വെച്ചിട്ട് കാര്യമില്ല. കറന്റ്ലി നമ്മുടെ ആ ഒരു എക്സാം സീസണുമായിട്ട് അല്ലെങ്കിൽ എക്സാം ആ ഒരു സമയമായിട്ട് ഡേറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വാലിഡിറ്റി ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി നമ്മൾ അസൈൻമെന്റ്സ് എഴുതണം. നോർമലി നമ്മൾ ഡിസംബർ എക്സാം ആണെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബർ സമയത്ത് നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് സ്റ്റഡി സെന്ററിലാണ് സബ്മിറ്റ് ചെയ്യുന്നത്. ഇത് ഇത്രയും ഓർത്തിരിക്കുക. ഇത് ഇത്രയുമാണ് അസൈൻമെന്റ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഒരു ക്ലിയർ ഹയറാക്കി പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ BFTTM എന്ന് പറയുന്ന ഒരു കോഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ആയിട്ട് നമുക്കൊരു പ്രോഗ്രാം അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ഒരു സംഭവത്തിനെ അല്ലെങ്കിൽ നമ്മൾ എന്താണ് പഠിക്കുന്നത് BFTTM അതിനെയാണ് നമ്മൾ പ്രോഗ്രാം എന്ന് പറയുന്നത്. പ്രോഗ്രാമിംഗ് അണ്ടറിൽ പല കോഴ്സസ് ഉണ്ട്, അതായത് പല സബ്ജക്റ്റ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ അതിനെ നമ്മൾ കോഴ്സസ് എന്ന് പറയുന്നു. കോഴ്സിനെ വീണ്ടും എന്ത് ചെയ്യുന്നു, പല ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ബ്ലോക്കിനെ വീണ്ടും പല യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ചില സബ്ജക്റ്റിനെ നമ്മൾ മുമ്പേ കണ്ടതുപോലെ ചില സബ്ജക്റ്റിന് ബ്ലോക്കുകളില്ല, ഡയറക്റ്റ് യൂണിറ്റ്സ് ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്തേക്കുക. അപ്പൊ ഈ ഒരു രീതിയിലായിരിക്കും ഓരോ സബ്ജക്റ്റ് നമുക്ക് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഓരോ ഡിവിഷനും എന്താണ് ഏതൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കോഴ്സ് ലോഡ് വേരിയൻസ് എന്ന് പറയുന്നത് നമുക്ക് പല കോഴ്സസ് ഉണ്ട്, പല സബ്ജക്ട് ഉണ്ട് അല്ലെ. അതിൽ പലതും നമുക്ക് 4 ക്രെഡിറ്റ് എന്നും 6 ക്രെഡിറ്റ് എന്നും വേരിയേഷൻ വേണ്ട സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഇയറിലെ സബ്ജക്റ്റുകളെ നമുക്ക് 4 ക്രെഡിറ്റും 6 ക്രെഡിറ്റ് എന്നും വേണ്ടു. അതിന്റെ പ്രത്യേകത എന്താണ് അല്ലെങ്കിൽ അത് എന്താണെന്ന് ഓൾറെഡി മുമ്പേ മാം പറഞ്ഞിരുന്നു. ഇതാണ് നമുക്ക് 4 ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഇതാണ് 4 into 30 hours ആണ് ആ ഒരു പർട്ടിക്കുലർ പോർഷൻ കവർ ചെയ്യാൻ നമുക്ക് എടുക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കോർ പേപ്പേഴ്സ് മെയിൻ പേപ്പേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് 6 ക്രെഡിറ്റ് കോഴ്സ് ആയിരിക്കും വരുന്നത്. 6 into 30 hours ആണ് ആ ഒരു പോർഷൻസ് കവർ ചെയ്യാൻ എടുക്കുന്നത്. അത്രത്തോളം ക്രെഡിറ്റ് വാലിഡിറ്റി ഉള്ള അല്ലെങ്കിൽ വാല്യൂ ഉള്ള പേപ്പേഴ്സ് ആണ് ഈ ഒരു 6 ക്രെഡിറ്റിന്റെ അണ്ടറിൽ വരുന്നത്. നമ്മുടെ മെയിൻ പേപ്പേഴ്സ് ഒക്കെ വരുന്നത് പോളി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഇയറിൽ നോർമലി നമുക്ക് 24 റെക്കഗ്നൈസ്ഡ് കോഴ്സ് ആണുള്ളത്. അതിൽ നിന്ന് നമ്മുടെ കോർ കോഴ്സും പിന്നെ അതേപോലെ തന്നെ എലക്ടീവ്സ് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് അങ്ങനെ കുറെ ഡിവിഷൻസ് ഉണ്ട് അല്ലെ, ഡിസിപ്ലിനറി കോഴ്സ്. അങ്ങനെ നമ്മൾ രജിസ്ട്രേഷൻ ടൈം നമ്മൾ യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ ടൈമിൽ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന നമ്മുടെ സബ്ജക്ട് ഏതൊക്കെയാണോ അതായിരിക്കും നമ്മൾ പേപ്പേഴ്സ് അസൈൻമെന്റ് എഴുതേണ്ടതും പഠിക്കേണ്ടതും എക്സാംസിന് അപ്ലൈ ചെയ്യേണ്ടതും. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. കുറെ സബ്ജക്ട് ഉണ്ട് ഫസ്റ്റ് ഇയറിൽ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം പഠിക്കാനോ അല്ലെങ്കിൽ ഏതാണ് എന്ന കൺഫ്യൂഷൻ അല്ല, നമ്മൾ കൺഫർമേഷൻ മെയിലിനകത്ത് അല്ലെങ്കിൽ നമ്മൾ രജിസ്ട്രേഷൻ ടൈമിൽ സെലക്ട് ചെയ്തത് ഏത് സബ്ജക്റ്റ് ആണോ അതായിരിക്കും നമ്മുടെ ഫസ്റ്റ് ഇയറിലെ പേപ്പേഴ്സ് ഒന്നും വരും. ദെൻ റിസോഴ്സ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ എന്താണ് റിസോഴ്സ് എന്ന് പറയുന്നത് കുറെ സംഭവങ്ങളുണ്ട് അല്ലെ, കുറെ രീതിയിലുണ്ട്, കുറെ കാര്യങ്ങളുണ്ട്. അതിനകത്ത് റെക്കോർഡഡ് ലെക്ചേഴ്സ് ഉണ്ട്, PYQs ഉണ്ട്. അതിനെ എങ്ങനെ നമ്മൾ അനലൈസ് ചെയ്യണം അല്ല എങ്ങനെയാണ് നമ്മൾ അതിനെ ചാർട്ട് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കി ഇന്റഗ്രേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് നമ്മുടെ സോഴ്സസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റൂ. അപ്പൊ അതിനകത്ത് പ്രത്യേകം നല്ല രീതിയിൽ ശ്രദ്ധിച്ച് തന്നെ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു ക്വിക്ക് റിമൈൻഡർ ആണ്. ക്വിക്ക് റിമൈൻഡർ നിങ്ങൾ കഴിഞ്ഞ സെഷൻസ് ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്തവരാണ്, നിങ്ങൾക്ക് അറിയാം. എന്താണ് നമുക്ക് ന്യൂ ഹൊറിസോൺ ഫോംസ് ഉണ്ട് അല്ലെ. ന്യൂ ഹൊറിസോൺ ഫോംസ് എന്ന് പറയുന്നത് നോർമലി നമുക്ക് നിങ്ങളുടെ ഒരു ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടാൻ വേണ്ടിയുള്ളെങ്കിൽ നമുക്കൊന്ന് ഡീറ്റെയിൽസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ഫോം ആണ്. അതിനകത്ത് ഫോംസ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലാത്ത ലേണേഴ്സ് ആണ് എങ്കിൽ നിങ്ങളുടെ മെന്റേഴ്സ് അല്ലെങ്കിൽ LSCസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ന്യൂ ഹൊറിസോൺ ഫോംസ് പ്രൊവൈഡ് ചെയ്യും. അത് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ പേരും ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് ബേസിക് ഡീറ്റെയിൽസ് മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് അതിനകത്ത് വേറെ ഇൻഫർമേഷൻസ് ഒന്നുമില്ല. അത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി, അത് അവർ ഫില്ല് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അത് ഫില്ല് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കുക കേട്ടോ. നിങ്ങളത് മസ്റ്റായിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഓർത്തിരിക്കുക. ഇത്രയും നമ്മൾ കണ്ടു. അപ്പൊ ഇത്രയും നമ്മൾ ആ ഒരു കോഴ്സസ് നോക്കിയതിൽ അല്ലെങ്കിൽ നമ്മൾ ഇത്രയും ഓറിയന്റേഷൻ അറ്റൻഡ് ചെയ്തതിൽ നമ്മൾ 8ാമത്തെ സെഷനിലോട്ടായിരുന്നു നമ്മൾ ഇന്ന് വന്നത് അല്ലേ. അപ്പൊ നമ്മൾ ഇനി കടക്കാൻ പോകുന്നത് നമ്മുടെ ലാസ്റ്റ് സെഷനായ കൊഹോർട്ട് കണക്ട് ഫിനാലെയാണ്. അതായത് ഇപ്പൊ നമ്മുടെ ഇപ്പം ഈ ഒരു കണ്ടക്ട് ചെയ്തതുപോലെ തന്നെ പ്രോഗ്രാം വൈസ് തന്നെ ആയിരിക്കും അതും കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. പ്രോഗ്രാം വൈസ് എന്ന് പറയുമ്പോൾ
നമ്മുടെ കോഴ്സസിനെ റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം BFTTMന്റെ മാത്രമായിട്ട് ആയിരിക്കും നമ്മളുടെ അത് നടക്കാൻ പോകുന്നത്. അതിനകത്ത് പ്രത്യേകിച്ച് എന്താ പറയുക, കുറെ ഗെയിംസ്, നമുക്ക് ഗെയിംസ്, റാപ്പപ്പ് വീഡിയോ, അതായത് നിങ്ങളുടെ ഈ ഫസ്റ്റ് സെഷൻ തൊട്ട് ഇതുവരെ നടന്നിരിക്കുന്ന റാപ്പപ്പ് വീഡിയോ, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ക്ലോസിംഗ് നോട്ട്സ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തതായിരിക്കും നമ്മളുടെ ഈ ഒരു ഫിനാലെ എന്ന് പറയുന്നത്. അതിൽ ഇതുപോലൊന്നും അല്ല, സീരിയസ് ആയിട്ട് ഇരിക്കാനല്ല, നമ്മുടെ ഒരു എഡ്യൂക്കേഷണൽ ജേർണി എന്താണ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് അത്. അപ്പൊ അതിൽ കൂടുതൽ ഇന്ററാക്റ്റീവ് ആയിട്ട് തന്നെ, കൂടുതൽ ആക്റ്റീവായിട്ട് ഗെയിംസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തമ്മിൽ പരിചയപ്പെടാനുള്ള ഒത്തിരി അവസരം അതിനകത്ത് കാണാം. അപ്പൊ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നമ്മൾ കൂടുതൽ എഫക്റ്റീവ് ആയിട്ട്, കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 24-ാം തീയതി തൊട്ട് 28 വരെയാണ് നമ്മുടെ സെഷൻസ് വരുന്നത്. നമ്മളുടെ കോഴ്സിന്റെ സെഷൻ എന്നാണോ അത് നിങ്ങളെ അറിയിക്കും. അതനുസരിച്ച് നിങ്ങൾ അതിനകത്ത് ജോയിൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.